എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. രാവിലെ 9:30-10 മണിക്ക് അവിടെ എത്തുന്ന ഞാൻ ഈ നിമിഷം വരെ മോശമായ ഒരു പ്രവർത്തനം അവിടെ ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊപ്പം പങ്കെടുക്കുന്ന ഡോക്ടർമാരുണ്ട്, ഓഫീസ് ജീവനക്കാരുണ്ട്. അതുകൂടാതെ ഒരു 100 സ്ത്രീ ഗുണഭോക്താക്കളാണ് വന്നു പോകുന്നത്. ഇവരെല്ലാം ഒരു വിശ്വാസത്തിലാണ് അവിടെ വരുന്നത്. ഇതുപോലെയുള്ള പരാമർശങ്ങൾ വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വികസന പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട ജെയിംസ് മാഷ് പറഞ്ഞു, ഒരു ജില്ലയിൽ തന്നെ ലൈഫ് ഫീഡുകൾ കൊടുത്തതിൽ 3-ാം സ്ഥാനത്ത് എത്താമെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും അത് ഞങ്ങൾ എത്തിച്ചത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ കരുവാരക്കുണ്ടിൽ നമ്മൾ നടത്തിയ വീട് വാസയോഗ്യമാക്കലല്ലോ. വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ആശ്വാസമായ ഒരു കാര്യമാണ്. സ്വന്തമായ വീടെന്ന് പറയുന്നത്, സുരക്ഷിതമായ വീടെന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നതാണ്. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ അതിന് കൊടുക്കുകയും ചെയ്തു. അതിൽ വൻ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാം. മറ്റൊന്ന്, വീട് കുടിവെള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾ ഭരണത്തിലേക്ക്. ഇവർ ആക്ഷേപിക്കുന്ന ഓരോ കുടിവെള്ള പദ്ധതികളെയും പറ്റി ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ വാർഡിലും എല്ലാ വീട്ടിലും കുടിവെള്ള പദ്ധതികൾ തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ കൂട്ടത്തിലൊരു കിണറിനെ പറ്റി കൂടെ ആക്ഷേപിക്കുന്നുണ്ട്. ഒരു 6 ലക്ഷം രൂപ മാത്രമാണ് അതിന് ചെലവാക്കിയിരിക്കുന്നത്. 3 സെന്റ് സ്ഥലത്തിൽ വെച്ച് നമ്മൾ വാങ്ങിയിരിക്കുന്ന ആ സ്ഥലത്തിലെ കിണർ മാത്രമേ പണിതിട്ടുള്ളൂ. ഒരു സൈഡ് കുത്തനെ ഇരുന്നായിട്ട് നമ്മൾ അതിന് റിങ്ങുകളെടുത്തു. മുകളിൽ നിന്ന് മഴവെള്ളം ഒഴിച്ചു വരാതിരിക്കാൻ റിങ്ങിന് ഉയരം കൂട്ടി. എന്നാൽ നിരപ്പായ സ്ഥലത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഹൈറ്റ് മാത്രമേ റിങ്ങിനുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സന്ദർശിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതിനകത്ത് ആ കിണറിന് ഒരു ടാങ്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അവിടെ കുടിവെള്ളം കിട്ടിയാൽ മതി എന്നാണ് ആ ജനങ്ങളുടെ ആവശ്യം. അത് അവിടെ നിറവേറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ UDF-ന്റെ യോഗം എനിക്ക് വളരെ സന്തോഷം നൽകുന്നതാണ് ഒരു വിഷയം. ഞങ്ങളെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ പറയാനൊരു അവസരമുണ്ട്. ഇവരിപ്പോൾ നമ്മൾ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും ഒരു വികസന പ്രവർത്തനമല്ല, ഒരു സബ്സ്റ്റേഷൻ മാത്രമാണ് തിരുവാരൂരിൻ്റെ വികസനത്തിന് മാത്രമേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കുറച്ച് കാണിക്കുകയല്ല. അതിനുവേണ്ടിയില്ല ഈ ഭരണസമിതി വന്ന അന്ന് മുതൽ പുറമ്പോക്ക് സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തി നിരന്തര ശ്രമം നടത്തിയിട്ട് ഇവിടെ സൂചിപ്പിക്കുകയും പിന്നെ ഇന്നലെ നടന്ന ആ ആശയത്തിൽ 1-2 കാര്യം പ്രത്യേകം സൂചിപ്പിക്കേണ്ടത്, വീട്ടിക്കുന്ന് ഭാഗത്ത് ഒരു 10 വീടുകൾ സ്ഥലം കൊടുത്ത് ആൾക്കാർ താമസമില്ല, അത് അടഞ്ഞു കിടക്കുകയാണെന്നുള്ളൊരു ആക്ഷേപം അവിടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളെ സുഫൈറ മെമ്പർക്ക് ഉൾപ്പെടെ ഇവർ വാങ്ങിക്കൊടുത്ത സ്ഥലമാണ് അവിടെ നിലവിലുള്ളത്. ഇന്ന് നിലവിലവിടെ സുഫൈറ മെമ്പർക്ക് 4 സെന്റ് സ്ഥലം 3 സെന്റ് സ്ഥലം നിലവിലുണ്ട്. 8 വീടുകളിൽ 2 വീടുകളിൽ ആൾ താമസക്കാരുണ്ട്. അത് വീട് ആ സ്ഥലം വാങ്ങിക്കൊടുത്തതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതൊക്കെ UDF-കാരാണ്. 2020 മുമ്പ് ഈ രജിസ്ട്രേഷനുകൾ കഴിഞ്ഞ് പഞ്ചായത്തിൽ ആൾ കൈമാറിയതാണ്. സ്വാഭാവികമായിട്ടും സ്ഥലം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അങ്ങനെയാണ് 8 വീടുകൾ ഈ ഭരണസമിതിയുടെ കാലത്തും മുൻ ഭരണസമിതിയുടെ കാലത്തും വീടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത് ശരിക്കും അവർ പറഞ്ഞ രീതിയിൽ അവർക്കൊരു ബന്ധവും ഇല്ലാത്ത രൂപത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം സ്ഥലം കൊടുത്ത് ആളുകളെ അവിടെ കൊണ്ടുപോയി കുടുക്കി എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചത്. അതായത് ഇവർ കൊടുത്ത സ്ഥലത്ത് വീട് കൊടുക്കുക എന്നുള്ള പരിപാടികൾ ചെയ്തിട്ടുള്ളൂ. അത് ഈ ഇതിലെ ഭരണസമിതിയുടെ മെമ്പർ ഉൾപ്പെടെ അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധിക്കാം. മറ്റൊന്ന് ഒരു ആകാശത്ത് കിണർ ഉയർത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ഷേപം പറയുന്നത്. ഇന്ന് ഞാൻ കുത്തനയിൽ ഇന്നേട്ടൻ്റെ വാർഡിലാണ് ആ കിണറുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ 2 യഥാർത്ഥത്തിൽ 1. ഇന്നേട്ടൻ്റെ വാർഡിൽ ഇപ്പോൾ ഈ പറഞ്ഞ കിണറിൽ ഒരാൾക്ക് ഹൈറ്റിൽ കിണർ ഉയർത്തിയാൽ മാത്രമേ അവിടുത്തെ വെള്ളപ്പൊക്കം വന്നാലും ഈ കിണറിലേക്ക് വെള്ളം ഇറക്കാതെ നോക്കും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് റിങ് ഉയർത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളം ഹൈസ്കൂളിൻ്റെ കിണർ എന്താണ് അവസ്ഥ? ഒരു ഭാഗത്ത് ലേശം ഹൈറ്റ് കൂടിയ ഭാഗം, മറുഭാഗത്ത് ഹൈറ്റ് കുറഞ്ഞ ഭാഗം. അതുകൊണ്ടാണ് അത് ഉയർത്തിയത്. ഇത് ഭൂമിശാസ്ത്രമായിട്ടുള്ള കാര്യം കൊണ്ടാണ് അവിടെ മാറ്റി വെക്കുന്നത്. ഇങ്ങനെ ഒരു പരസ്പര ബന്ധമില്ലാതെ ഒരു കയമ്പുമില്ലാത്ത ആരോപണങ്ങളാണ്. പിന്നെ അവിടെ ഈ ഭരണത്തിൻ്റെ കാര്യത്തിൽ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ ഒരു പരാതി പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ വരാൻ നോട്ടീസിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഒരു ഗുണഭോക്താവും അവിടെ വന്നിട്ടുള്ള പരാതി പറഞ്ഞിട്ടുണ്ട്. കാരണം സുതാര്യമായിട്ട് വാർഡ് മെമ്പർമാർ ഗ്രാമസഭ നടത്തി 3 ചാൻസുകൾ സാധാരണഗതിയിൽ ആ മിനിറ്റ്സിൽ എഴുതി പോരുന്ന സംഭവം ഉണ്ടാകും. വീണ്ടും അത് പട്ടിക അംഗീകരിക്കാൻ ഉൾപ്പെടെയുള്ള ഗ്രാമസമിതികൾ സുതാര്യമായി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാൻ അവസരം. ഇപ്പോൾ ലാസ്റ്റ് വീട് റിപ്പയറിന്
ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടി കഴിഞ്ഞൊരു മാസം മുമ്പ് കൂടെ അവസരം കിട്ടും. അപ്പം അങ്ങനെ പരാതിക്കൊന്നും ഒരു ഇടമില്ലാത്ത കാര്യങ്ങൾ കൂടി ഒരു വലിയ പർവ്വതീകരിച്ച് സംസാരിച്ചിട്ടുള്ളൊരു മാർച്ചാണ് നടത്തിയിട്ടുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുന്ന അവസരമായിട്ടാണ് നടക്കാറുള്ളത്. അതേപോലെ തന്നെ സ്ത്രീ അവിടെ നടത്തിയ വളരെ സങ്കടകരമായ കാര്യത്തെക്കുറിച്ച് ടീച്ചറോട് സൂചിപ്പിച്ചു. ഈ കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. നിങ്ങളെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചായിരുന്നു. നിയമപരമായി പോകുന്ന കാര്യമാണ് എന്താണ് ലൈംഗികാധിഷ്ഠാനമുണ്ട് പഞ്ചായത്തിൻ്റെ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് ആ പ്രസംഗത്തിൽ വന്നിട്ടുള്ള പരാമർശത്തിനെതിരാണ്. രണ്ട് രീതിയിലുള്ള പരാമർശങ്ങൾ നീക്കുന്ന പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിന് മുമ്പിൽ വളരെ കൃത്യമായി പറയുന്നത് അതിങ്ങനെ ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇപ്പോൾ 6000-7000 ആളുകൾ കണ്ടതായിട്ട് കാണുന്നു. കാണാത്ത കാഴ്ചകൾ ഞങ്ങൾ കാണിക്കും, കാഴ്ചകൾ കേൾപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ്. അത് ജെയിംസ് മാഷ് അങ്ങനെ തന്നെ വേണം. അത് ജെയിംസ് മാഷ് കണ്ടു എന്നാണ് പറയുന്നത്. അത് ഞങ്ങളെ പാർട്ടി സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന നേതാവാണ്. അയാളെ സാക്ഷി നിർത്തി ഇങ്ങനെ ഒരു വൃത്തികേട് അയാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അയാളെ കൊണ്ട് തെളിയിക്കും ഞങ്ങൾ. അതാണ് ഞങ്ങൾ പറയുന്നത്. അത് നിയമപരമായിട്ട് അല്ല നമ്മൾ പോയി തല്ലാനും കൊല്ലാനും പോകുന്നില്ല. അതേസമയം നിയമപരമായി അതിൻ്റെ പരിശോധന പൂർത്തിയാക്കി എന്താണ് ജെയിംസ് മാഷ് കണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കി എന്താണ് അയാൾ പറയട്ടെ. ആര് പറഞ്ഞതാണ് പറയട്ടെ. അയാൾ വളരെ വൃത്തികേടല്ലേ പറഞ്ഞു. റുഷ്ദമോൾ ഒരു സ്ത്രീയുടെ പേരാണ് റുഷ്ദമോൾ എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. കാണാത്ത കാഴ്ച ഞങ്ങൾ കാണിക്കും, അതിൻ്റെ ഉള്ളിൽ വായന ഇങ്ങനെ അതിനകത്ത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും വനിതാ മെമ്പർമാരുണ്ട്, അവിടെ ജീവനക്കാരികളുണ്ട്, ഇവർക്ക് കുടുംബങ്ങളുണ്ട്. ആ ഗ്രാമപഞ്ചായത്തിൽ കയറി വരുന്ന ആളുകൾക്ക് അവിടെ ഒരു പരിപാലനമായ ഒരു കേന്ദ്രമാണത്. ഈ നാട്ടിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കുന്ന ഒരു കേന്ദ്രമാണത്. ആ കേന്ദ്രത്തെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്ഥാപനമാക്കി ചിത്രീകരിക്കുന്നതിൽ ഇയാൾ വഹിച്ച പങ്ക് ചോദ്യം ചെയ്യാൻ കഴിയും. അതാണ് ഞാൻ പറയേണ്ടത്. അത് സാമൂഹിക കടമയാണ്, പാർട്ടി എന്നുള്ള നിലക്കല്ല, സമൂഹത്തിന്റെ കടമയാണ് അത് ചോദ്യം ചെയ്യുന്നത്. അതാണ് പറയേണ്ടത്. തന്നെയല്ല, ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ, മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ പഞ്ചായത്തൊക്കെ വിളിക്കുന്ന യോഗങ്ങളിൽ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു പോയിട്ടുള്ള ആളുകളാണ് ഒരാഴ്ച കൊണ്ട് ഇത്ര ഒരു നിലപാടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഭരണമില്ലാതിരിക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻതൂക്കമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ MLA വേണ്ടപ്പെട്ട സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഒന്ന് ഫയർ സ്റ്റേഷൻ്റെ പിന്നെ സ്പോർട്സ് ഗ്രൂപ്പ് ഈ സ്പോർട്സിന് 50 ലക്ഷം പഞ്ചായത്ത് കൊടുക്കാൻ സംബന്ധിച്ചു. 50 ലക്ഷം 50 1 കോടി രൂപയുടെ ഒരു സ്പോർട്സ് കണ്ടത്തിൽ ഒരെണ്ണേ ഉള്ളൂ. ആ ഒരെണ്ണത്തിന് നമ്മൾ അതിന് വേണ്ടി കുറേ പ്രാവശ്യങ്ങളെ കാണുകയുള്ളൂ. 50 ലക്ഷം രൂപ നമ്മൾ തരാമെന്നും പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് തരാതെ ചോക്കാട് പഞ്ചായത്ത്. അത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം, മുസ്ലിം ലീഗ് നേതൃത്വവും ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് MLA റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും നടക്കാത്ത രീതിയിൽ സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പാരല്ലേ. കാരണം പാരാതറിയോ ഈ സബ്സ്റ്റേഷനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഉള്ളിൽ ആദ്യം ആ സബ്സ്റ്റേഷൻ വരുന്നതോടുകൂടി ആ പരിസരം ആകെ ഏകപ്പെട്ടു പോകും, അവിടെ PSN മുടങ്ങുന്നൊക്കെ. അത് ഇവര് പോയിട്ട് പ്രചരിപ്പിക്കും. അത് ഇവിടെ വരുന്നുണ്ട്. എന്നാൽ മാഷോടെ സൂചിപ്പിച്ചു 2018-ലും 2019-ലും ഞങ്ങൾ സ്ഥലം അന്വേഷിച്ച് നടന്ന ആൾക്കാർ അതോടെ വന്നോട്ടേ ഇരിക്കും. ഞങ്ങൾ ആ വികസനം ഉണ്ടാക്കാനാണ് നോക്കിയത്. ഞങ്ങളൊക്കെ ആ സ്ഥലം അന്വേഷിച്ച് പോയിരുന്ന ആളുകളാണ്. ഇവിടെ VC ഉണ്ട്, ഭരണം UDF ആണെങ്കിൽ ഞങ്ങൾ പോയത് എന്താണോ അതിവിടെ വരണം. കാരണം 2014-ലും 2016-ലും ഒക്കെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ഇവിടെ കുഞ്ഞാബാജിന്റെ കെട്ടിടത്തിൽ വെച്ച് അന്നത്തെ KSEBിന്റെ എഞ്ചിനീയർമാർ വന്ന് യോഗം വിളിച്ചിട്ട് കരിവാരക്കുണ്ടിലേക്ക് വൈദ്യുതി എത്താത്തതിന്റെ ഈ പ്രസരണ ഷോർട്ട് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് ഇവിടെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന സാധനമാണ്. ഒരു CPM ഭരിക്കുന്ന പഞ്ചായത്ത് കൊണ്ട് മനഃപൂർവ്വം സമീപനമാണ്. നിസ്സഹകരണങ്ങൾ ക്രെഡിറ്റ് CPM പഞ്ചായത്ത് പോകുന്നുള്ളൊരു. അതായത് 15-ാം തീയതി വിളിച്ച യോഗത്തിൽ 15-ാം തീയതി വിളിച്ച സർവകക്ഷി യോഗത്തിൽ MLA സമ്മതം കിട്ടിയതാണ്.
എംപതിന്റെ സമ്മതപ്രകാരമാണ് KSB ഉദ്യോഗസ്ഥന്മാരെയും UDF നേതാക്കന്മാരെയും ഗ്രാമപഞ്ചായത്തിലെ പ്രമുഖ കക്ഷികളെയും വിളിച്ച് യോഗം ചേർന്നത്. പക്ഷെ അന്ന് അയാൾ ആ നിമിഷം തന്നെ യോഗത്തിൽ അവർ മൊത്തം പങ്കെടുത്തില്ല, ബഹിഷ്കരിച്ചു. എന്നിട്ട് അവർ ഡോക്ടർ തരാന്ന് നേരത്തെ ഭൂമി അവർ പോയിട്ട് അവിടുത്തെ ഭൂമാഫികളെ കൂട്ടിയിട്ട് അതും തടഞ്ഞു. ഇതെങ്ങനെ കൊടുക്കാൻ കഴിയും? ഡോക്ടറെ കുറിച്ച് പറ്റാറുണ്ട്. എന്നോട് ഞാൻ വിളിച്ചു, ഞാൻ 3 മണിക്കൂറോളം സംസാരിച്ചു. പരിചയമില്ല, പക്ഷെ നമ്പർ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞാൽ അത് കാരണം അന്ന് പഞ്ചായത്ത് പിന്നെ ഒരു ബസ് സ്റ്റാൻഡ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാണ്ട് പരസ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഭൂമി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അത് പ്രയാസമാണെന്ന രൂപത്തിൽ നമ്മൾ സംസാരിച്ചു. ആ രൂപത്തിൽ സംഭവം കൊടുത്തത് എങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞാൽ ഇത്തിരി സ്ഥലം വേണ്ടുള്ളൂ. നമ്മൾ മറ്റു പ്രവർത്തനങ്ങൾ അതിൻ്റെ ഇടയിൽ വേറെ വിളിച്ചുകൊണ്ട് ചിലപ്പോൾ അതാണ് അതാണ് വസ്തുത. നമ്മൾ നോണ പറയല്ല, സത്യസന്ധമായിട്ട് ഇതിനകത്ത് നമ്മളിപ്പോഴും പറയുന്നത് ഇത് ഒരു MLA ആണെന്ന് ഒരു നേതൃത്വം കൊടുക്കാണ്. ഇത് സബ്കേഷൻ എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ മാത്രമല്ല, ഈ അടുത്ത പഞ്ചായത്തിന്റെ വലിയ പ്രശ്നം പഞ്ചായത്ത് ഭരണസമിതി സ്ഥലം വാങ്ങിക്കൊടുക്കാന്നുള്ളതില്ല. അതെങ്കിലും മനസ്സിലാക്കണം. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലാക്കുന്നത് ഞമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടത് ഇവിടെ ഈ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണം വന്നു, അതിന് ഗ്രീൻഫീൽഡ് ഹൈവേ വന്നു, ഈ സാധനം വന്നു, നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ വന്നു. ഈ ഹൈവേകളിലൊക്കെ വരുന്ന തടസ്സങ്ങൾ നീക്കുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റുകളാണ്. പഞ്ചായത്തിനോട് അന്ന് അഭ്യർത്ഥിച്ചാൽ അല്ല, ഭരണസ്വാമിക്കെതിരെ ഇല്ലാത്തത് തലയിൽ വെക്കുമ്പോ ഞങ്ങൾ പറയണ്ടേ? അങ്ങനെ വിഷയമുണ്ട്. ഇവര് നമ്മൾ ഈ കണ്ട വികസനങ്ങളെല്ലാം മൂടി വെക്കാൻ വേണ്ടി ഭരണസമിതിയുടെ തലയിൽ ഈ വിഷയം ഇട്ടുവെക്കാണ്. ഇപ്പൊ കരുവാരൂർ ഹൈസ്കൂളിൽ 8 കോടി രൂപ ചെലവാക്കിയാലോ മാഷ്ടം അറിയാലോ, കോടിക്കണക്കിന് രൂപ. പുന്നക്കാട് സ്കൂളിന്റെ കാര്യം എന്താ അവർ പറയാത്തത്? ഇവിടെ ഫണ്ട് ലാസായി കളയുന്നതിൽ ഇവര് മുഖ്യ ഇവര് ജനങ്ങളുടെ സമാധാനം പറയണം. പുന്നക്കാട് സ്കൂൾ വർക്കണം. അതെന്താ നടക്കാതെ 1 കോടി രൂപയാണ് അവിടെ അതിനെ കളഞ്ഞത്. എന്തുകൊണ്ടാ? അവിടെ പിന്നെ ആ ഗ്രൗണ്ടിലേക്ക് സ്വല്പം സ്ഥലം ഇറക്കിയെടുത്തിരുന്നെങ്കിൽ എന്താണ് സംഭവിച്ചത്? അവിടെ സംഘർഷം നടന്നില്ലേ? എത്ര പേര് കേസായി? അവര് ഗ്രൗണ്ടാ പറയുന്നത്. അതുപോട്ടെ, ആ ബാത്റൂം പൊളിച്ചു കളഞ്ഞ് അവിടെ അതിന്റെ സംവിധാനം എല്ലാത്തിനും ഇവർ ഉടക്കാം. വലിയ മാഷക്ക് അറിയാലോ അവരുടെ സംഭവം. അപ്പൊ ഇതെല്ലാം ഉടക്കാം. ഇപ്പൊ ഗ്രൗണ്ടിന്റെ കാര്യം എന്താ നല്ല ഗ്രൗണ്ട് കോട്ടയം. ഇപ്പൊ ഈ വികസനം ഈ മുന്നണി ഈ അധികാരത്തിൽ വന്നു, ഇടതുമുന്നണി അധികാരത്തിൽ വന്നിട്ട് എത്ര ഗ്രൗണ്ട് കൊടുത്തിട്ട് നേടിക്കും? ഒരു നല്ല ഗ്രൗണ്ട് എന്നുള്ളത് ഇവിടുത്തെ യുവാക്കളുടെ ഇവിടെ നാട്ടുകാരുടെ സ്വപ്നമാണ്. അതിന് വേണ്ടി ഒരു 50 ലക്ഷം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാറ്റിയേക്കാൻ തയ്യാറാണ്. പക്ഷെ 50 ലക്ഷം പേര് മാറ്റിയേക്കാൻ തയ്യാറുണ്ടോ? ഒരു കോടി മാറ്റിയേക്കട്ടെ. അതാണ് ആവശ്യപ്പെട്ടാണ്. ഇപ്പൊ കരുവാരം ഇവിടുന്ന് കേട്ടത്തറയിൽ നിന്ന് കൽക്കൊണ്ടുകൂടെ ഓടുന്ന സ്ഥിതി നിങ്ങൾക്ക് അറിയാം. എന്താ പിന്നെ ഈ അവർ കാണിച്ച തോന്നിയാസം? മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതി ഫണ്ട് അവർക്ക് വെക്കണമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്തു. മാനപൂർവ്വം പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് അവർ യോഗം വിളിച്ചിട്ട് ആശയം വന്നിട്ടുണ്ട്. 2-3 ബജറ്റിൽ വരുന്നതാണ്. അത് സർക്കാർ ഫണ്ടാണ്. MLA ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്നെ ഇതിന് വഴങ്ങിയിട്ടുണ്ട്. അയാൾക്ക് ഈ കാര്യത്തിലൊക്കെ ആശങ്കയുണ്ട്. കാരണം ഞങ്ങൾ ഈ മലയോര ഹൈവേ വൈകുന്നതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അവരുടെ ചൂടാകുന്നുണ്ടായിരുന്നല്ലോ. ഈ ഇന്ത്യ സ്വാമ അടക്കമുള്ള അന്നത്തെ കോൺട്രാക്ടറെ ചൂടാകുന്നുണ്ടായിരുന്നല്ലോ. അതിന് ആക്ട് ചെയ്യുന്നു. കാരണം വെച്ചാൽ 2021 രണ്ടാമത് അധികാരത്തിൽ വന്നത് മറ്റൊരു കാര്യം, അധികാരത്തിൽ വരില്ല എന്നാണ് അവർ വിചാരിച്ചത്. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ. നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ. +2 യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതലറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.